വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ഇപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരു ജ്യൂസായിട്ടൊക്കെ ഷുഗർ അധികം ആഡ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു ടേസ്റ്റിൽ കുടിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇടയ്ക്കൊക്കെ വെള്ളരിക്ക ജ്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക ജ്യൂസ്, ഇതൊക്കെ പിന്നെ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് പച്ചമാങ്ങ ജ്യൂസ്, ഇതെല്ലാം ധാരാളമായിട്ടും കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തേത്, അവിടെ എന്ത് ചെയ്താൽ ഈ ചൂടുകുരു ഒന്ന് കുറയും, അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ വേപ്പിലയില്ലേ, ആര്യവേപ്പിൻ്റെ ഇല. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരച്ച് ആ ഒരു സ്കിന്നിൽ വരുന്ന ആ ചൂടുകുരു വരുന്ന ആ ഏരിയയിൽ നന്നായിട്ട് പുരട്ടുക. ഒരു 10 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം നമുക്കത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് ലീഫ് എടുക്കുകയാണെങ്കിലും, ഇപ്പം